ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, പ്രിയ അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു പുരുഷനും സ്ത്രീയും ചേർന്ന് ദൈവസമക്ഷം കെട്ടിപ്പടുക്കുന്ന ഭൂമിയിലെ സ്വർഗമാണ് കുടുംബം. എന്നാൽ ഇന്നത്തെ ലോകത്ത് പല കുടുംബങ്ങളിലും സ്നേഹവും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെയാണ് നസ്രത്തിലെ ആ കൊച്ചു കുടുംബത്തെ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റിയ പരിശുദ്ധ ദൈവമാതാവിന്റെ കുടുംബജീവിതം നമുക്ക് മാതൃകയാകുന്നത്. തന്റെ കൊച്ചു കുടുംബജീവിതത്തിലൂടെ ഏതൊരു ക്രൈസ്തവ കുടുംബവും എങ്ങനെയായി തീരണമെന്ന് സ്വന്തം ജീവിതം വഴി പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് കാണിച്ചു തന്നു. പരിശുദ്ധ അമ്മയുടെ കുടുംബജീവിതം ആരംഭിക്കുന്നത് തന്നെ ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ടാണ്. ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിച്ചപ്പോൾ തന്റെ ഭാവിയെക്കുറിച്ചോ പ്രതിസന്ധികളെ കുറിച്ചോ ഓർത്ത് അമ്മ ഭയന്നില്ല. മറിച്ച്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നുച്ചരിച്ചുകൊണ്ട് അമ്മ ദൈവഹിതത്തിന് അവിടെ ഒന്നാം സ്ഥാനം നൽകി. ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന കുടുംബങ്ങളിൽ മാത്രമേ യഥാർത്ഥ സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് അമ്മ ആദ്യം തന്നെ സ്വന്തം ജീവിതം വഴി അവിടെ തെളിയിച്ചു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ കുടുംബജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതൊന്നും ആയിരുന്നില്ല. കഠിനമായ പ്രതിസന്ധികളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയുമാണ് ആ തിരുകുടുംബം കടന്നുപോയത്. ഉണ്ണിയായ യേശുവിനെയും കൊണ്ട് ജീവനും കയ്യിലേന്തി ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ സ്വന്തം മകൻ ചോര ഒലിപ്പിച്ചു നിൽക്കുന്നത് കാണേണ്ടി വന്നപ്പോഴും പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. എന്നാൽ ഇന്നത്തെ ലോകത്ത് കുടുംബങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ തകർന്നു പോകുന്ന ദാമ്പത്യ ബന്ധങ്ങൾക്ക് മുൻപിൽ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ക്ഷമയോടും നിലകൊണ്ട പരിശുദ്ധ ദൈവമാതാവിന്റെ സഹന മനോഭാവം നമുക്ക് വലിയൊരു മാതൃകയാണ്. മാത്രമല്ല, സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനൊപ്പം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ടറിയാനും അമ്മ പരിശ്രമിച്ചു. കനാലി കല്യാണ വിരുന്നിൽ വെച്ച് വീഞ്ഞു തീർന്നു പോയപ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ അമ്മ അവിടെ ഇടപെടുന്നുണ്ട്. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നുച്ചരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമ്മ അവിടെ മുൻകൈ എടുത്തു. കുടുംബാംഗങ്ങളുടെയും ചുറ്റുമുള്ളവരുടെയും പ്രശ്നങ്ങൾ കണ്ടറിയാനും അവരെ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഇതിൽ നിന്ന് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളിൽ ദൈവഭയവും പ്രാർത്ഥനയും കുറയുമ്പോഴാണ് അശാന്തി പുകയുന്നത്. പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ക്ഷമയോടും കുടുംബങ്ങൾ നയിച്ചുകൊണ്ടും നമുക്ക് നസ്രത്തിലെ ആ കൊച്ചു കുടുംബത്തെ പോലെ നമ്മുടെ കുടുംബത്തെ വിശദീകരിക്കാം. പരിശുദ്ധ അമ്മയുടെ മാതൃകകൾ അനുകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കാം. നന്ദി, നമസ്കാരം.